നമ്മൾ ജയിക്കും. എസ്പെഷ്യലി ഉണ്ടെങ്കിൽ ഈ മുളക് കഴിക്കണം നമ്മള്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളില് കുറെ പേപ്പേഴ്സ് ഉണ്ട്. അതില് 1 2 3 എന്ന് കുറെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിവർത്തിയിട്ടത് ആരാണ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരിരിക്കണം. അപ്പൊ അവർക്ക് തുടങ്ങാം. ഞാൻ എടുത്തു. 6 3 5 2 എനിക്ക് ഇറ്റേക്കല്ല ആവശ്യം 7 2 അഗ്ഗി 5 5. ഞാൻ 6 ഗൈസ് ഞാൻ അഗ്ഗിക്ക് പുളി കൊടുക്കാൻ പോവാണ്. എക്സ്പ്രഷൻ ഉണ്ടോന്ന് നോക്കാം. ഗൈസ് അഗ്ഗിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല. ഇനി അടുത്ത ആൾക്ക് നോക്കാം. സെക്കൻഡ് നമ്പറാണ് അച്ഛക്ക് കിട്ടിയത്. അപ്പൊ അച്ഛൻ കഴിക്കാൻ പോവാണ്. അച്ഛക്കും എക്സ്പ്രഷൻ ഒന്നും വന്നില്ല. അഗീനെ പോലെയാണ് എക്സ്പ്രഷൻ ഇല്ലാത്തത്. അപ്പൊ ഇങ്ങനെ ഇറക്കുമ്പോഴാണ് എക്സ്പ്രഷൻ വന്നത്. ഇനി അത്താന്ന് നോക്കാം. ഏത് നമ്പറാണ് മേമക്ക് വന്നത്? അപ്പൊ മേമ പുളി കഴിക്കണം. മേമക്ക് കഴിച്ചോക്ക്. ഗൈസ് മേമ ഭയങ്കര എക്സ്പ്രഷൻ ആണ് മേമ വന്നിരിക്കുന്നത്. അപ്പൊ മേമക്ക് മുളക് കഴിക്കാനുള്ളതാണ്. ബുള്ളറ്റ് ഗൈസ് മേമ മുളക് കഴിച്ച് സക്സസ് ആണ്. ഇനി തന്നെ നോക്കാം. കമോൺ ഗൈസ് അച്ചാച്ചിയാണ് 4th നമ്പർ. അപ്പൊ പുളി കഴിക്കാം. എക്സ്പ്രഷൻ വരുമെന്ന് നോക്കാം. എക്സ്പ്രഷൻ ഇല്ലാത്തതിക്ക് ഗൈസ് അച്ചാച്ചൻ വിൻ ചെയ്തിരിക്കുവാണ്. അടുത്തത് ഞാൻ തന്നെയാണ്. എനിക്ക് എക്സ്പ്രഷൻ വരോ ഇല്ലേന്ന് നോക്കാം. എക്സ്പ്രഷൻ യെസ് തിന്നോ ഔട്ടായി പച്ചമുളക് തിന്നാൻ വന്നു. ഗൈസ് എനിക്ക് മുളകൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ അടുത്താണല്ലോ വിളിക്കാം. അമ്മയ്ക്ക് എക്സ്പ്രഷൻ ഉണ്ടോ ഇല്ലേന്ന് നോക്കാം. അമ്മയ്ക്ക് വലിയ പുളി കൊടുക്കാം. എത്ര വലുതാ? ഇതൊക്കെ എന്ത്? അമ്മയ്ക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല. ഇനി നമുക്ക് അടുത്താണല്ലോ വിളിക്കാം. ഗൈസ് അടുത്തത് എന്താ ഭാവിയാണ്. അവർക്ക് എക്സ്പ്രഷൻ വരുമെന്ന് നോക്കാം. ഗൈസ് അവൾക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അവൾക്ക് ഒരു മുളക് ഒതുക്കണ്ട. ഒരു മുളകും ഒതുക്കണ്ട. അവൾക്ക് എഴുതുന്നു. ഗൈസ് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ. അവൾ ഇടയ്ക്കിടയ്ക്ക് നക്കണ്ടെന്ന്. ഇനി ലാസ്റ്റ് എന്താ അച്ചാമ്മയാണ്. അച്ചാമ്മയ്ക്ക് എക്സ്പ്രഷൻ വരുമെന്ന് നോക്കാം. കേട്ടോ തന്നെ കേട്ടോ. പുളിയും കൊണ്ട് അവള് ഓടിപ്പോയി. അച്ചാമ്മയ്ക്ക് എക്സ്പ്രഷൻ വന്ന് ഇഷ്ടമുള്ളത് കേട്ടോ.
ഗൈസ് അപ്പൊ നമ്മളുടെ ഫാമിലി ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ ഇത്രയുള്ളൂ ഫാമിലി ചലഞ്ച്. അപ്പൊ ഓക്കെ ബൈ.